ഹായ് ഓൾ. ഇപ്പോ ഞാൻ വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് ആയിട്ടാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അക്വാകൾച്ചർ എന്ന യൂണിറ്റ് 1ന്റെ സെക്കൻഡ് പാർട്ട് 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഇപ്പോ നമുക്ക് യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. കോഴ്സ് കോഡ് MZOE003. അപ്പോ ഇപ്രാവശ്യം ഈ PPTയില് ഈ സ്ലൈഡില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്തത് അക്വാകൾച്ചർ എന്താണെന്നും അതിന്റെ ടേംസും അതിന്റെ കുറെ സ്കോപ്പ് ഓഫ് അക്വാകൾച്ചർ പറഞ്ഞ്, ജനറൽ കൺസിഡറേഷൻസ് പറഞ്ഞ്, കൺസ്ട്രെയിൻസ് പറഞ്ഞ് അല്ലെ. അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്ത് അതൊക്കെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളായിരുന്നു. അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ അക്വാകൾച്ചറിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ട്രെൻഡുകൾ എന്ന് പറയുന്നത്, ട്രെൻഡ്സ്, വളർച്ചകളും താഴ്ചകളും, അതുപോലെ ഏതൊക്കെ രാജ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു, എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ അക്വാകൾച്ചർ ഇൻഡസ്ട്രി, അതായത് ട്രെൻഡ്സ് നമുക്ക് ഗ്ലോബൽ ലെവലിലും ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ ഇന്ത്യ പറഞ്ഞ ഒരൊറ്റ കൺട്രീനെ മാത്രം എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഗ്ലോബൽ ലെവലും ഇന്ത്യൻ അക്വാകൾച്ചർ ലെവലും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറഞ്ഞ പോലെ ഗ്ലോബൽ അക്വാകൾച്ചർ ഇൻഡസ്ട്രി ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലോബൽ ലെവൽ എന്ന് പറയുമ്പോൾ എത്രയോ 27 കോണ്ടിനെന്റ്സ് ഉണ്ട്, ഒരുപാട് കൺട്രീസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതാണ് ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതില് ഫസ്റ്റ് പറയാൻ പോകുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ. ഗ്ലോബൽ അക്വാകൾച്ചർ ഇൻഡസ്ട്രിയിൽ ടോട്ടലി വരുന്ന പ്രൊഡക്ഷന്റെ ഒരു ട്രെൻഡുകൾ നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഇയറിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്പീഷീസിനെയാണ് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത്, എവിടെയാണ് കുറവ് പറ്റിയത്, ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഒരു നമ്മൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ കൂടുതലും നമുക്കറിയാം കണക്കുകളായിരിക്കും. പ്രൊഡ്യൂസ് ചെയ്ത് ഇത്ര % പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് പറയാനുണ്ട്. എല്ലാ പോയിന്റ്സും നമ്മുടെ PPTയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും നമ്മൾ തന്ന സ്റ്റഡി മെറ്റീരിയലിൽ ഫോക്കസ് ചെയ്തിട്ട് നന്നായി റീഡ് ചെയ്യണം. ഇപ്പോ ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓവർലുക്ക് നമുക്ക് നോക്കാം ഈ PPTയിലൂടെ. ഓക്കെ, അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രെൻഡ്സ് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ. ടോട്ടൽ പ്രൊഡക്ഷനിൽ ഗ്ലോബൽ ലെവലിൽ എങ്ങനെയാണ് ട്രെൻഡ് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് അക്കോർഡിംഗ് ടു FAO 2022 FAOന്റെ റിപ്പോർട്ട് പ്രകാരം ടോട്ടൽ പ്രൊഡക്ഷൻ, ആ അക്വാകൾച്ചർ സെക്ടറിൽ നിന്ന് നമുക്ക് ടോട്ടലി വന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 122.6 മില്യൺ ടൺസ് ആണ്. 122.6 മില്യൺ ടൺസ് ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഒരു ഗ്ലോബൽ ലെവലിൽ ടോട്ടൽ പ്രൊഡക്ഷൻ. അപ്പൊ ആ ഗ്ലോബൽ ലെവലിലുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ഈ 122.6. അത് എങ്ങനെയാണ് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 87.5 മില്യൺ ടൺസ് നമ്മുടെ അക്വാട്ടിക് ഫുഡ് ആയിട്ടുള്ള ആനിമൽസ്, ഇപ്പൊ ഫിഷസ്, മൊളസ്ക്, അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെയാണ് കാര്യമായിട്ട് വന്നത്. ആൻഡ് റിമൈനിങ് 35.1 മില്യൺ ടൺസ് എന്ന് പറഞ്ഞത് ആൽഗയും അതുപോലത്തെ ബാക്കിയുള്ള നോൺ കൺസെപ്ഷൻ, നമുക്ക് കഴിക്കാൻ പറ്റാത്ത നോൺ ഫുഡഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 122.6 മില്യൺ ടൺസ് ആണെങ്കിൽ അതിൽ 87.5 നമുക്ക് അക്വാട്ടിക് ഫുഡ് ആനിമൽസിൽ നിന്നും 35.1, അതായത് റിമൈനിങ് ആയിട്ടുള്ള 35.1 മില്യൺ ടൺസ് ആൽഗെ, അങ്ങനെ നോൺ ഫുഡ് ആയിട്ടുള്ളതിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 700 ടൺസ് ഓഫ് ഷെല്ലും പേൾസും നമ്മൾ ഓർണമെന്റൽ യൂസിന് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓർണമെന്റൽ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഷെൽസും പേൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് അവിടെ കാണാം. അതായത് ഗ്ലോബൽ ലെവൽ നമുക്ക് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ കാണുമ്പോൾ പലരും ഷെൽസ് ഒക്കെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ വീടുകളിലൊക്കെ ഡെക്കറേറ്റീവ് ഇതിനായിട്ട് ഷോക്കേസിനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഷെൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മള് ഡിഫറെന്റ് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ പേളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കറിയാലോ ലേഡീസിനും അതൊക്കെ ആയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ പ്യുവർ പേൾസ്, ഷെൽസ് ഒക്കെ വെച്ചിട്ട്
ഡ്രസ്സുകള്, കാര്യങ്ങള്, അങ്ങനെ അത് ഓർണമെന്റൽ യൂസിനായിട്ട് മാത്രം 700 ടൺസ് ഓഫ് ഷെൽസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. പിന്നെ ഫാർംഡ് ഫിൻഫിഷ് ഫ്രം ഇൻലാൻഡ് ആൻഡ് മറൈൻ അക്വാകൾച്ചർ അച്ചീവ്ഡ് 57.5 million tons in 2020, with inland aquaculture contributing 49.1 million tons and 8.3 million ഫ്രം മറൈൻ അക്വാകൾച്ചർ. ഫാംഡ് ഇൻലാൻഡ് അക്വാകൾച്ചർ ഉണ്ട്, മറൈൻ അക്വാകൾച്ചർ ഉണ്ട്. ഇൻലാൻഡ് അക്വാകൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിവർ, ലേക്ക്, റിസർവോയർ, അങ്ങനെ ഫ്രഷ് വാട്ടർ ഏരിയാസിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മറൈൻ അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ മറ്റേ സീ, ഓഷ്യൻ, അങ്ങനത്തെ ഇതിലൊക്കെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫാംഡ് ഫിൻ ഫിഷസിൽ മാത്രമായിട്ട് നമുക്ക് ഒരു ഇയർലി 2020 പറഞ്ഞ ഇയർലി ഈൽഡ് ചെയ്തത് 57.5 million ടൺസ് ആണ്. അത് തന്നെ ഇൻലാൻഡ് അക്വാകൾച്ചറിൽ നിന്ന് ആ 57.5 49.1 million ടൺസ് ഇൻലാൻഡിൽ നിന്നും റിമൈനിങ് ആയിട്ടുള്ള 8.3 million ടൺസ് മറൈൻ അക്വാകൾച്ചർ. അപ്പൊ നമുക്കറിയാം, മനസ്സിലായത് എന്താ വെച്ചാൽ ഇൻലാൻഡിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ ടോട്ടൽ വേൾഡിന്റെ പ്രൊഡക്ഷനിൽ അക്വാകൾച്ചറിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഏഷ്യയാണ്. ഏഷ്യ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഇയർ 2020 ടോട്ടൽ ഇയറിന്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ 91.6% കൂടുതൽ ഏഷ്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഏഷ്യയാണ് ടോട്ടൽ പ്രൊഡക്ഷന്റെ ഈ ഒരു ഏറ്റവും മുന്നിലായി നിൽക്കുന്നത്. പിന്നെ അതിനെ കഴിഞ്ഞിട്ട് അമേരിക്ക വരുന്നുണ്ട് 3.59%, യൂറോപ്പ് 2.69%, ആഫ്രിക്ക 1.92%, ഓഷ്യാനിയ 0.19, അത് ലീസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഏഷ്യയാണ് കൂടുതൽ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു ഇയറിൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഗ്ലോബലി ഉള്ള പ്രൊഡക്ഷനിൽ നമ്മുടെ കോണ്ടിനെന്റ്സ് അല്ലെ, കോണ്ടിനെന്റ്സിൽ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏഷ്യയാണ്. അത് 91.6, ടോട്ടൽ പ്രൊഡക്ഷന്റെ 91.6 അതിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ചൈനയാണ് വരുന്നത്. ഏഷ്യയാണ് പിന്നെ വരുന്നത് ചൈനയാണ്. ചൈനയിൽ 57.5% ആണ് ഗ്ലോബൽ അക്വാകൾച്ചർ പ്രൊഡക്ഷനിൽ. പിന്നെ ചൈന, ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്തത് ചൈന വരുന്നത്. ചൈനനെ ഫോളോ ചെയ്തിട്ട് ഇന്തോനേഷ്യ വരുന്നത്, ദെൻ തേർഡ് അല്ലെ. ഇപ്പൊ ഏഷ്യ ഗ്ലോബലി പ്രൊഡക്ഷനിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് ഏഷ്യ. അത് ഏഷ്യയിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്നത് ചൈന, ദെൻ ഇന്തോനേഷ്യ ആൻഡ് ഫോളോഡ് ബൈ ഇന്ത്യ. ഇന്ത്യ തേർഡ് പൊസിഷനിലാണ് വരുന്നത് കേട്ടോ. അത് 7.04%. പിന്നെ ആഫ്രിക്കയിൽ എടുക്കുമ്പോൾ ഈജിപ്റ്റ് ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആഫ്രിക്ക പറഞ്ഞൊരു കോണ്ടിനെന്റ് എടുക്കുമ്പോൾ അതിൽ ഈജിപ്റ്റ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഈജിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 67.62% ആണ്. ആഫ്രിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 67.62% ഈജിപ്തിൽ നിന്ന് മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അമേരിക്ക എടുത്ത് നോക്കുമ്പോൾ ചിലിയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് 34.2%. പിന്നെ USA 14% ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചിലി USA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലി 14%. പിന്നെ നോർവേ ആണ് യൂറോപ്പിൽ ഏറ്റവും ഗ്രേറ്റർ ആയി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 45.2%. ഒരു ടോട്ടൽ ഓവറോൾ ലുക്കാണ് ഇപ്പൊ കണ്ടത്. ഇനി അതിന് സെപ്പറേറ്റ് നമ്മൾ ഇൻലാൻഡ് അക്വാകൾച്ചർ പറയുന്നുണ്ട്. ഇൻലാൻഡ് പറഞ്ഞാൽ നമുക്കറിയാലോ, റിവർ, റിസർവോയർ, പോണ്ട്, ലേക്ക്, അതൊന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഇതിൽ പറയുമ്പോൾ അക്കൗണ്ട്സ് ഇൻലാൻഡ് അക്വാകൾച്ചർ ഗ്ലോബൽ പ്രൊഡക്ഷനിൽ 44.4%, അതേപോലെ ടോട്ടൽ അക്വാട്ടിക് സ്പീഷീസിൽ എടുക്കുമ്പോൾ 62.2% ആണ് ഉള്ളത്. അതിന്റെ 44.4% ഗ്ലോബൽ പ്രൊഡക്ഷന് നമുക്ക് ഇൻലാൻഡ് കൾച്ചറിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻലാൻഡ് അക്വാകൾച്ചറിൽ 23 സ്പീഷീസ് ഓഫ് ഫിൻഫിഷസ് ആണ് 78.7 ഓഫ് ടോട്ടൽ ഫിൻ പ്രൊഡക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അത്രയും 23 സ്പീഷീസ് വെച്ചിട്ടാണ്, ഫിൻഫിഷസ് സ്പീഷീസ് വെച്ചിട്ടാണ് നമുക്ക് 78.7 ഓഫ് ടോട്ടൽ ഫിൻ പ്രൊഡക്ഷൻസ് കിട്ടുന്നത്. മനസ്സിലായി? പിന്നെ അടുത്തത് മൊളസ്ക്. മൊളസ്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ക്രസ്റ്റേഷ്യൻസിന്റെ ഇതിലൊക്കെ വരുന്നത്. അപ്പൊ മൊളസ്കിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ അത് അത്ര അധികം ഇല്ല. അതിൽ ഏഷ്യയാണ് ഓൺലി പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്. അപ്പൊ 0.192 million ടൺസ് ഗ്ലോബൽ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏഷ്യയാണ്. ഓക്കെ. പിന്നെ ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫിൻഫിഷ്, ഷെൽഫിഷ് ആൻഡ് അതർ സ്പീഷീസ്. സത്യം പറഞ്ഞാൽ ഗ്ലോബലി ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഏഷ്യയാണ് അല്ലെ. അത് കൂടുതലും അതിന് സാധ്യത വരാൻ കാരണം എന്താ വെച്ചാൽ ഏഷ്യയാണ് ബിഗസ്റ്റ് കോണ്ടിനെന്റ് അല്ലെ, അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് കേജ് കൾച്ചറും
പെൻ കൾച്ചറുള്ള മെത്തേഡുകളുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല കൺട്രീസിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില ഏരിയയിൽ വാട്ടർ റിസോഴ്സിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, ചിലടത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. അതിന് ഓരോരോ ലിമിറ്റ് ഉണ്ട് ഓരോ കൺട്രീസിനെ ബേസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അത് പോപ്പുലർ ആയിട്ട് കുറച്ച് കൺട്രീസിൽ മാത്രമാണ് എന്ത് അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. ഏത് പെൻ കൾച്ചറിന്റെയും കേജ് കൾച്ചറിന്റെയും. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ് ആണ് ടർക്കി, റഷ്യ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, കൊളംബിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസിലെ Turkey's cage culture contributes 78% of ടോട്ടൽ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ. നമ്മൾ ടോട്ടൽ അക്വാകൾച്ചർ പ്രൊഡക്ഷന്റെ 78% നമുക്ക് ടർക്കിയിൽ നിന്നാണ് കിട്ടുന്നത്. ടർക്കിയുടെ കേജ് കൾച്ചർ നിന്നാണ് കിട്ടുന്നത്. പിന്നീട് വരുന്നത് റഷ്യയാണ്, പിന്നെ ഫിലിപ്പീൻസ്, ദെൻ ഇന്തോനേഷ്യ, ദെൻ കൊളംബിയ. അങ്ങനെയാണ് ഓർഡർ വരുന്നത്. റഷ്യയിൽ നോക്കുമ്പോൾ 31.2, അതായത് നമ്മുടെ ടർക്കിയുടെ തൊട്ട് പിന്നിലായിട്ട് റഷ്യ വരുന്നത് 38.2%. പിന്നെ വരുന്നത് ഫിലിപ്പീൻസ്, അത് 26%. ദെൻ ഇന്തോനേഷ്യയിൽ 19.2%. ആൻഡ് ഫൈനലി കൊളംബിയ 17.5%. അതായത് ഡിക്രീസിങ് ഓർഡറിലാണ് കൊടുത്തുള്ളത് കേട്ടോ. അപ്പൊ 78% വരുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ, ടോട്ടൽ ആയിട്ട് കേജ് കൾച്ചർ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അതിന്റെ 78% കൊടുക്കുന്ന ടർക്കിന്ന്, ദെൻ റഷ്യ 31.2%, പിന്നെ വരുന്ന ഫിലിപ്പീൻസ്, ദെൻ ഇന്തോനേഷ്യ, കൊളംബിയ, അങ്ങനെയാണ്. അപ്പൊ ഡിക്രീസിങ് ഓർഡറിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഇത്രയും കുറച്ച് കൺട്രീസിൽ മാത്രമായി ഇരിക്കാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, ചില കൺട്രീസിൽ അതിന് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പെൻ കൾച്ചർ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് മിനിമൽ, വിത്ത് ഇന്തോനേഷ്യ ആൻഡ് റഷ്യ ഹാവിംഗ് ദ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ. കേജ് കൾച്ചറിനെയാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത്. റഷ്യ, പിന്നെ ഫസ്റ്റ് ടർക്കി, ദെൻ റഷ്യ, പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, കൊളംബിയ ഒക്കെ നമ്മൾ പറഞ്ഞത്. പക്ഷെ പെൻ കൾച്ചറിലേക്ക് വരുമ്പോൾ അത് മിനിമൽ ആണ്. അത് ഇന്തോനേഷ്യ, റഷ്യ ആണ് ഒന്ന് അതിൽ ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ കോസ്റ്റൽ ആൻഡ് മറൈൻ അക്വാകൾച്ചർ, നമ്മൾ ഇൻലാൻഡ് പറഞ്ഞു അല്ലെ, ഫ്രഷ് വാട്ടർ ലേക്സ്, റിസർവേഴ്സ്, അതിലൊക്കെ വരുന്നതിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പെൻ കൾച്ചർ, കേജ് കൾച്ചർ പറഞ്ഞു, പിന്നെ ഫിൻഫിഷിന്റെ, മൊളസ്കിന്റെ പ്രൊഡക്ഷൻസ് അതൊക്കെ പറഞ്ഞു. ഇനി കോസ്റ്റൽ മറൈൻ അക്വാകൾച്ചർ നമുക്കറിയാലോ, സീ ഓഷൻ, അതിലൊക്കെ നോക്കുക. കറന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ 68.1 മില്യൺ ടൺസ്. അത് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സീവീഡ്സും മൊളസ്കിന്നുമാണ് അല്ലെ. നമുക്കറിയാം കോസ്റ്റൽ ഏരിയാസിൽ കൂടുതലായിട്ടും നമ്മൾ സീവീഡുകൾ, സർഗാസം, അതുപോലെ മറ്റുള്ള മൊളസ്കുകള്, ക്ലാംസ്, ഓയിസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്. എന്തിനേക്കാളും ഫിൻഫിഷ് പ്രൊഡക്ഷൻ എന്താണും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സീവീഡ്സ്, മൊളസ്ക്, അതിലൊക്കെ. ഈ സീവീഡ്സിൽ നിന്നൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഒബ്റ്റെയിൻ ചെയ്യാനും കെമിക്കൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എടുക്കുന്നുണ്ട്. മൊളസ്ക് ഓർണമെന്റൽ കാര്യങ്ങൾക്ക് പറഞ്ഞല്ലോ, ഷെൽഫിഷും മൊളസ്കും അതൊക്കെ ആയിട്ട് നമ്മൾ 700 ടൺസ് തന്നെ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് പറയാം മറൈൻ ആൻഡ് കോസ്റ്റൽ അക്വാകൾച്ചറിൽ കൂടുതലും വരുന്നത് സീവീഡ്സ്, മൊളസ്ക് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. നമ്മള് ഓഷ്യനിൽ ഇങ്ങനെ കാണുമ്പോൾ ഫിഷ് മാത്രമല്ല, ഓക്കെ, ഫിഷിനെ നമുക്ക് ഇൻലാൻഡിലും കൾച്ചർ ചെയ്യാം, അതുപോലെ സെപ്പറേറ്റ് ഇതൊക്കെ ആക്കിയിട്ടിടാം. പക്ഷെ സീവീഡ്സിന്റെ, മൊളസ്കിന്റെ ഒക്കെ കേസ് ഭയങ്കര കുറച്ചുകൂടെ കെയർ കൊടുക്കേണ്ട ഒരു ഇതാണ്. അവരെ നാഷണൽ എൻവയോൺമെന്റിൽ നിന്ന് ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് പോലും അവരെന്നാ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ മറൈൻ അല്ലെങ്കിൽ കോസ്റ്റൽ അക്വാകൾച്ചറിൽ കൂടുതലും അവരുടെ നാച്ചുറൽ ഇതിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് സീവീഡ്സും മൊളസ്കും ആവുന്നത്. ഓക്കെ, സീവീഡ്സ് 51.4%, മൊളസ്കിന് 25.6% ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫിൻഫിഷ് പ്രൊഡക്ഷൻസിന്റെ കാര്യം പറയുന്നത്. അത് ഓൺലി 12.2%, അതായത് 8.3 മില്യൺ ടൺസ്, ഒരു 12.2% വരുന്നത്. പിന്നെ വരുന്നതാണ് ക്രസ്റ്റേഷ്യൻസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, അങ്ങനത്തെ ഒക്കെ വരുമ്പോ 9.9% വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏഷ്യൻ എടുത്ത് പറയുമ്പോൾ 61.52 മില്യൺ ടൺസ്, അത് 2020 എന്താ പറയാ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതായത് കോൺട്രിബ്യൂട്ടിങ് 90.3% ഓഫ് ടോട്ടൽ. 2020 61.52 മില്യൺ ടൺസ് ഏഷ്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്വാകൾച്ചർ ലെവലിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷന്റെ 90.3%, അതായത് മേജർ പോർഷന് ഏഷ്യ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണത് ടോട്ടൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞു ഏഷ്യ ഒരു വലിയ കൺട്രി ആയതുകൊണ്ട് അത്രയും പ്രൊഡക്ഷൻ ആ കൺട്രിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഏഷ്യയുടെ പിന്നിലായിട്ട് ആഫ്രിക്ക വരുന്നു, അമേരിക്ക വരുന്നു, യൂറോപ്പ് ആൻഡ് ഓഷ്യാനിയ. ഓക്കെ, അപ്പോ ഇതാണൊരു കോസ്റ്റൽ ആൻഡ് മറൈൻ അക്വാകൾച്ചറിൽ പറയാനുള്ളത്.
ടോട്ടൽ പ്രൊഡക്ഷന്റെ കേസിൽ. ഇനി അടുത്തത് നമുക്ക് പറയാം ട്രെൻഡ്സ് ഇൻ ഫാംഡ് ഫിഷസ് ആണ്. ഫാംഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനാണ് ഫാംഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 494 ടാക്സോണമിക്കലി റെക്കഗ്നൈസ് ചെയ്ത സ്പീഷീസ് ഉണ്ട്. അതുപോലെ 94 ഇൻഡിവിജ്വൽ സ്പീഷീസ് നമ്മൾ ജീനസ് ലെവലിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 57 ഇൻഡിവിജ്വൽസ് നമ്മൾ ഫാമിലി ലെവലിലും 7 ഹൈബ്രിഡിനെ നമ്മൾ എന്താ പറയാ ഫിൻഫിഷിന്റെ ഇതിന് 7 ഹൈബ്രിഡ്സിനെ നമ്മൾ എന്താ പറയാ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫാംഡ് സ്പീഷീസിലും കുറവൊന്നുമല്ല, ഒട്ടും പിന്നേക്കല്ല, നമ്മൾ കാര്യമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടാക്സോണമിക്കലി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്പീഷീസിന്റെ കുറച്ച് ഇത് പറയുമ്പോൾ ഫിൻഫിഷ് മാത്രം എടുത്താൽ 313 സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്ത്, മൊളസ്കിൽ 88 സ്പീഷീസിനെ, ക്രസ്റ്റേഷ്യനിൽ 49 സ്പീഷീസിനെ, ആൽഗെ സർഗാസം അതുപോലെ മറ്റുള്ള ബ്രൗൺ ആൽഗെ അങ്ങനത്തെ റെഡ് ആൽഗെ അങ്ങനത്തേനൊക്കെ വെച്ച് നോക്കുമ്പോൾ 31 ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, പിന്നെ സൈനോ ബാക്ടീരിയ അതിൽ 2 സ്പീഷീസിനെ പറ്റിയിട്ടുള്ളൂ. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എടുക്കുമ്പോൾ 6 സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആംഫിബിയൻസിന് 3 ഫ്രോഗ്സ് ആണ് സ്പെസിഫിക് ആയി പറഞ്ഞ 3 ഫ്രോഗ് സ്പീഷീസിനെ പറഞ്ഞിട്ടുണ്ട്. റെപ്റ്റൈൽസിൽ 2 സ്പീഷീസ് ഓഫ് അക്വാട്ടിക് ടെറിട്ടറി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് മൊത്തം എടുക്കണം എന്നില്ല. ഓക്കെ, നമുക്ക് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയതിനെ മാത്രമേ നമ്മൾ കൾച്ചർ ചെയ്യണുള്ളൂ. അത് തന്നെ പറയുന്നത് വെച്ചാല് ഇൻലാൻഡ് അക്വാകൾച്ചറിൽ 23 സ്പീഷീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ 23 സ്പീഷീസ് മാത്രം വെച്ചിട്ട് 78.7 ഓഫ് ടോട്ടൽ ഫിൻ പ്രൊഡക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ്, നൈൽ തിലാപ്പിയ, കോമൺ കാർപ്പ് ആൻഡ് കട്ട്ല, ഇതൊക്കെ അത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടേഴ്സ്. ഇതൊക്കെയാണ് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മളെ ഫാംഡ് സ്പീഷീസിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്പീഷീസിനൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഇവരൊക്കെ ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ്, നൈൽ തിലാപ്പിയ, കോമൺ കാർപ്പ് ഒക്കെ. ഓക്കെ, പിന്നെ അത് 23 സ്പീഷീസ് വെച്ചിട്ട് തന്നെ നമ്മൾ 78.7% ടോട്ടൽ പ്രൊഡക്ഷൻ എത്തുന്നുണ്ട്. പിന്നെ കോസ്റ്റൽ ആൻഡ് മറൈൻ സെക്ടർ എടുത്ത് നോക്കുമ്പോൾ 75.6% ഓഫ് ടോട്ടൽ ഫിൻ പ്രൊഡക്ഷന് മാത്രം ഈ കോസ്റ്റൽ ആൻഡ് മറൈൻ്റെ കേസിൽ മാത്രം ഇത്രയും 75.6% പ്രൊഡക്ഷൻ വരുന്നത് വെറും 21 സ്പീഷീസ് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ അറ്റ്ലാന്റിക് സാൽമൺ ആണ് ഫിഷിന്റെ പ്രൊഡക്ഷനിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് മാത്രമായിട്ട് അറ്റ്ലാന്റിക് സാൽമന്റെ മാത്രം ഫാം ചെയ്തിട്ട് നമ്മൾ 32.6% പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഷെൽഫിഷിന്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഷെൽഫിഷ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മൊളസ്കും സീവീഡ്സും അങ്ങനത്തതൊക്കെ ഷെൽഫിഷും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഷെൽഫിഷും ഒക്കെ കൂടുതലും നമ്മൾ കോസ്റ്റൽ ആൻഡ് മറൈൻ അക്വാകൾച്ചർ ഏരിയയിലാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻ ക്രസ്റ്റേഷ്യൻസ് 8 സ്പീഷീസ് ആണ് മോർ ദാൻ 95, അത് മാത്രം 8 സ്പീഷീസ് വെച്ചിട്ട് മാത്രം 95% കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മൊളസ്ക് കോൺട്രിബ്യൂട്ട് 84%, മൊളസ്ക് 84%. അതിൽ തന്നെ മൊളസ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുന്നതാണ് കപ്ഡ് ഓയിസ്റ്റേഴ്സ്, ക്രസോപ്ട്രിയ, ജപ്പാനീസ് കാർപ്പറ്റ് ഷെൽ, ഇതൊക്കെയാണ് മൊളസ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ ഗ്രൂപ്പ്സ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. മൊളസ്കിൽ വരുന്ന ഗ്രൂപ്പുകൾ കപ്ഡ് ഓയിസ്റ്റേഴ്സ്, ക്രസോപ്ട്രിയ, ജാപ്പനീസ് കാർപ്പറ്റ് ഷെല്ല്, ഇതൊക്കെയാണ് മൊളസ്കിൽ വരുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഇപ്പൊ ഷെൽഫിഷിന്റെ പ്രൊഡക്ഷനിൽ ഇതുപോലെ 8 സ്പീഷീസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അറ്റ്ലാന്റിക് സാൽമൺ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫിൻഫിഷില്, പിന്നെ അതുപോലെ ഗ്രാസ് കാർപ്പ്, സിൽവർ കാർപ്പ് ഒക്കെയാണ് ഇൻലാൻഡ് കൾച്ചറിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. കൂടാതെ ആ ഒരു അവരുടെ പെർസെന്റേജസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റുന്ന മാക്സിമം ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രെൻഡ്സ് അടുത്തത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്ലോബൽ ലെവലിൽ ടോട്ടൽ പ്രൊഡക്ഷൻ പറഞ്ഞു, ഫാം ചെയ്യുന്നതിന്റെ ഇതിൽ ഇൻലാൻഡിന്റെയും കുറച്ച് മറൈന്റെയും പറഞ്ഞു. ഇനി എംപ്ലോയ്മെന്റ് നോക്കാം. നമുക്കറിയാലോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് 1 നമ്മൾ പറഞ്ഞിരുന്നു അക്വാകൾച്ചറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് 58.5 മില്യൺ ടൺസ് പീപ്പിൾസ് എന്താ പറയാ കറന്റ്ലി അക്വാകൾച്ചറിൽ അതുപോലെ എംപ്ലോയീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒന്ന് ആലോചിക്കാം എത്രത്തോളം ആണ് ഇതിന്റെ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ലെവൽ എന്നുള്ളത്.
ഓക്കെ. റൂറൽ ഏരിയാസിലാണ് അവരുടെ അപ്ലിഫ്റ്റ്മെന്റിനും പിന്നെ കുറച്ചുകൂടെ അവർക്കായിരിക്കും ഇതിനായിട്ട് ഒരുപാട് ഈ മെത്തേഡ്സ് ആയിട്ട് അവർ കോസ്റ്റൽ ഏരിയയിലുള്ളവരൊക്കെ ആകുമ്പോൾ ഈ മെത്തേഡ്സിനായിട്ട് കുറച്ചും കൂടി ഫാമിലിയാരിറ്റി പറഞ്ഞ പോലെ റൂറൽ പീപ്പിൾസിനായിരിക്കും. അപ്പൊ മാക്സിമം അവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഏഷ്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഫിഷേഴ്സ്. സത്യം പറഞ്ഞാൽ ഏഷ്യ എന്നാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കൂടുതൽ. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ത് ടോട്ടൽ ഹയസ്റ്റ് എംപ്ലോയ്മെന്റ് റേറ്റും വരെ എവിടെയായിരിക്കും? ഏഷ്യയിലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഫിഷേഴ്സ് കൂടുതൽ വരുന്നത് ഏഷ്യ എന്നാണ്. അതിൽ തന്നെ 84% ഓഫ് ടോട്ടൽ എംപ്ലോയ്മെന്റ് സെക്ടർ ആണ്. അതായത് ടോട്ടൽ എംപ്ലോയ്മെന്റ്സ് ഗ്ലോബലി ഉള്ളതിന്റെ 84% മാത്രം തന്നെ എവിടുന്ന് ഏഷ്യ എന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഓർഡർ പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്ക, പിന്നെ ആഫ്രിക്കയിലാണ്, പിന്നെ 4% കരീബിയനിലാണ് വരുന്നത്, പിന്നെ ലാറ്റിൻ അമേരിക്കയിലാണ്. കരീബിയൻ ലാറ്റിൻ അമേരിക്കയിലാണ് അടുത്ത്. അപ്പൊ ഫസ്റ്റ് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് കഴിഞ്ഞ് ആഫ്രിക്കയിലുണ്ട് 10%. അത് കഴിഞ്ഞിട്ട് 4% കരീബിയൻ ലാറ്റിൻ അമേരിക്ക. അപ്പൊ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഒരു ഓർഡർ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഏഷ്യ, ആഫ്രിക്ക, പിന്നെ കരീബിയൻ ലാറ്റിൻ അമേരിക്ക. ഓക്കെ. പിന്നെ 58.5 മില്യൺ ടൺസ് പീപ്പിൾസ് എംപ്ലോയ്മെന്റ് ഉണ്ട്. അതായത് FAO 2022 റിപ്പോർട്ട് പ്രകാരം. ഓക്കെ. ദെൻ പിന്നെ നമുക്ക് പറ്റിപ്പോയൊരു നമുക്കൊരു ഗ്രോത്ത് മാത്രമല്ല നമ്മളൊരു ട്രെൻഡ് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഡിപ്ലീഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ പറയണമല്ലോ. അപ്പൊ 2020 നമ്മളെ COVID-19 പാൻഡമിക് വന്നല്ലോ. അപ്പൊ അന്നൊരു വലിയ ഹ്യൂജ് ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതായത് പല ഫിഷിംഗ് ആക്ടിവിറ്റീസിലും അക്വാകൾച്ചറൽ ആക്ടിവിറ്റീസിലും ഒക്കെ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചു. കാരണം നമുക്കറിയാം ഓവറോൾ കൺട്രീസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പല മാർക്കറ്റും ഇടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡിക്ലൈനിങ് അവര് മാർക്കറ്റിന് ഡിക്ലൈന് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസിൽ തന്നെ ഒരു ഡിക്ലൈൻ സംഭവിച്ച ഇയർ ഏതാ വെച്ചാൽ 2020. ഇറ്റ് ഈസ് ഡ്യൂ ടു COVID-20 പാൻഡമിക്. അതൊന്ന് നന്നായി മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ട്രെൻഡ്സ് ഓഫ് എംപ്ലോയ്മെന്റും പറഞ്ഞു. ഇനി അടുത്ത കൺസെപ്ഷൻ ആണ്. കൺസെപ്ഷൻ തന്നെ എന്താണ്? ഫുഡ് അല്ലെ. നമ്മൾ കഴിക്കുന്ന എമൗണ്ട്, എത്രത്തോളം ഫുഡ് നമ്മൾ വർഷങ്ങളായി കഴിക്കുന്നു, കൂടി ഉണ്ടാവോ കുറഞ്ഞുണ്ടാവോ? ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ട് മുന്നത്തേനേക്കാൾ കൂടുന്നോ അതോ കുറയുന്നുണ്ടാവോ? എന്തായാലും കൂടിയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ. കാരണം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കുന്നു ഇപ്പൊ ഫിഷ്. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെൽ സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഫിഷ് ഒക്കെ ഡെയിലി കഴിക്കാനുള്ള ഒരു കണ്ടീഷൻ. ഇന്നിപ്പോ നോർമൽ പീപ്പിൾസ് വരെ ഫിഷ് കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോ അഥവാ അങ്ങനെ കിട്ടാത്തവര് അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അക്വാകൾച്ചർ പറഞ്ഞൊരു ഫീൽഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ ട്രെൻഡ്സ്. നമുക്കൊന്നുകൂടെ നോക്കാം അതിൻ്റെ ട്രെൻഡ്സ് കൺസെപ്ഷനിൽ എങ്ങനെ വരുന്നത് നോക്കാം. ഓക്കെ. ദ കൺസെപ്ഷൻ ഓഫ് അക്വാറ്റിക് ഫുഡ്സ് അറ്റ് ഗ്ലോബൽ ലെവൽ ഹാസ് സിഗ്നിഫിക്കൻറ്റ്ലി ഇൻക്രീസ്ഡ് ഇൻ ദ ലാസ്റ്റ് 5 decades. 5 decades ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നേ ചെയ്തിട്ടുള്ളൂ. FAOന്റെ കണക്ക് പ്രകാരം ടോട്ടൽ കൺസെപ്ഷൻ ഓഫ് അക്വാ ഫുഡ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 150 million tons for 2019. Okay, as compared to 1961 which was 28 million tons. ഒന്ന് നോക്ക് 1961 അപ്പൊ അത്രയും ബാക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 28 million tons നമ്മൾ കൺസെപ്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ള. അങ്ങനത്തത് ഇപ്പൊ 2019 ആണ് റീസെന്റ് കണക്കെടുത്തിട്ടുള്ളത് FAOന്റെ. അപ്പൊ അതിൽ പറയുന്നു 150 million ആയിട്ട് റീച്ച് ചെയ്തത്. അപ്പൊ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലെ. പിന്നെ കറന്റ് ആവറേജ് പെർ ക്യാപിറ്റ കൺസെപ്ഷൻ ഒരാൾ കഴിക്കുന്ന ഒരു കണക്ക് വെച്ചിട്ട് 2019 പ്രകാരം 20.5 kilogram ആണ് ഒരാള് കഴിച്ചിരുന്നത്. ഓക്കെ. ആവറേജ് കൺസെപ്ഷൻ പെർ ക്യാപിറ്റ ആവറേജ് ഒരാൾ കഴിക്കുന്ന ഒരു കൺസെപ്റ്റ് 2019 20.5 വരും. എന്നാൽ അതിന്റെ തൊട്ട് പിന്നില് 2010 അത് 19.6 ആയിരുന്നു. 2000 അത് 17 kilogram ആയിരുന്നു. പിന്നെ 14.4 1990s 1980s 12.5 1970s 10 year ബാക്കി തന്നെ കൊടുത്താൽ മതി. അപ്പൊ 1970s 11.4 1960s 9.9. അപ്പൊ നമുക്ക് ഇത് കാണാൻ കുറയുന്ന കണക്കിലാണ് 2019 മുതൽ കുറയുന്നതായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് 1960s മുതൽ 2019 വരെ പോകുമ്പോ ശരിക്കുള്ള ഇൻക്രീസ് കാണാം അല്ലെ. 1960s 9.9 kilogram ആയിരുന്നു. അവിടുന്ന് 70ക്ക് എത്തിയപ്പോ അത് 9ന്ന് 11.4 kilogram ആയി. പിന്നെ 12.5 kilogram ആയി. അത് കഴിഞ്ഞിട്ട് 12ന് 14.4 70 kilogram. പിന്നെ 19.6 ഇപ്പൊ നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്നത് എവിടെ എത്തി? 20.5 kilogram. അപ്പൊ ഒരാൾ കഴിക്കുന്നതിന്റെ എമൗണ്ട് കൂടി നടക്കാം. അപ്പൊ എങ്ങനെയായാലും ടോട്ടൽ കൺസപ്ഷനും കൂടുമല്ലോ. അതെ. അപ്പൊ ഓവറോൾ ഏഷ്യ പറയുമ്പോ ഏഷ്യയാണ്
ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്, എംപ്ലോയ്മെന്റ്സ് നമ്മളാണ്. അപ്പൊ എന്തായാലും കൂടുതലും കഴിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഓക്കെ, അത് ഹയസ്റ്റ് പെർ ക്യാപിറ്റൽ കൺസപ്ഷൻ 24.5 ആണ് പറയുന്നത്, അത് ഗ്ലോബലി എടുക്കും. ഓക്കെ, ഫോളോഡ് ബൈ പിന്നെ ഓഷ്യാനിയാണ്. സാധാരണ കഴിഞ്ഞ സ്റ്റാറ്റസിലും ട്രെൻഡ്സിലൊക്കെ ഓഷ്യാനിയ പറഞ്ഞത് ലാസ്റ്റിലായിരുന്നു അല്ലെ. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിലാണ് ഓഷ്യാനിയ ഉണ്ടായിരുന്നത്. പക്ഷെ കൺസപ്ഷന്റെ കേസിൽ ഏഷ്യ കഴിഞ്ഞാൽ പിന്നെ ഓഷ്യാനിയ വരുന്നത് 23.1, ദെൻ ആണ് യൂറോപ്പ്, അമേരിക്ക ആൻഡ് ആഫ്രിക്ക വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നുള്ള ഏറ്റവും പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള പീപ്പിൾസ് എവിടെ ഉള്ളത്? ഏഷ്യയിലാണ്. അപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞത് ഗ്ലോബൽ ലെവലിലായിരുന്നു. ഗ്ലോബൽ ലെവലില് നമ്മൾ എന്താ പറയാ ടോട്ടൽ പ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ എന്താ ട്രെൻഡ്സ്, ഫാം ചെയ്യുമ്പോഴുള്ള സ്പീഷീസിന്റെ പേരുകളും അതിന്റെ ട്രെൻഡുകളും പറഞ്ഞ് കഴിഞ്ഞ്, എംപ്ലോയ്മെന്റ് പറഞ്ഞ്, കൺസപ്ഷൻ പറഞ്ഞ്. ഇനി നമുക്ക് പറയാനുള്ളത് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യൻ അക്വാകൾച്ചർ. ഇന്ത്യൻ അക്വാകൾച്ചറിന്റെ അടുത്ത് നോക്കുമ്പോൾ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഇന്ത്യയിലും റൈസൺ ചെയ്തിട്ടേ ഉള്ളൂ. അത് 0.37 ആയിട്ടുള്ള ഏറ്റവും കുറവ് മില്യൺ ടൺസ് ആണ് നമ്മൾ 1980s പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ 2010 എത്തുമ്പോ അത് 1980 പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ 3.79 വരുന്നത് മില്യൺ വരുന്നത് 2010 പിന്നെ 2020 എടുത്ത് നോക്കുമ്പോൾ 8.64 ആണ്. അതായത് 1980 2010 ആ ഒരു കാലയളവിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ്, 3 ആണ് ഒരു ഇമ്പ്രൂവ്മെന്റ്, 0 3 എത്തിയിട്ടുള്ളൂ. പക്ഷെ 2010 to 2020 ആ ഒരു 10 years കൊണ്ട് 3 എന്നുള്ളത് 80 എത്തി. ദാറ്റ് മീൻസ് 5 points ഇൻക്രീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അത്ര ഇൻക്രീസിങ് വന്നിട്ടുണ്ട്. പിന്നെ സ്പീഷീസ് വൈസ് പ്രൊഡക്ഷന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലാൻഡ് ഫിഷ് ലാൻഡിങ്ങിൽ 5.9 മില്യൺ ടൺസ് ഫ്രം ഇന്ത്യൻ മേജർ കാപ്സിൽ നിന്ന് മാത്രമായിട്ട്. ഇന്ത്യൻ മേജർ കാപ്സ് എന്ന് പറയുമ്പോൾ കട്ട്ല, റോഹു, മൃഗാൽ എന്നിട്ടുള്ള 3 ഫിഷസ് ഉണ്ട്, IMC എന്ന് പറയും. അതിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് 5.9, പിന്നെ എക്സോട്ടിക് കാപ്സിൽ നിന്ന് 0.98 മില്യൺ ടൺസ്, മൈനർ കാപ്സ് ലാബിയോ, കൽബാസു അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതിന് 0.48 മില്യൺ ടൺസ്. പിന്നെ ക്യാറ്റ് ഫിഷസ് നമ്മളതില് എക്സോട്ടിക് ആണ് സ്പീഷീസ്, അത് നമ്മൾ കൾച്ചർ ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നത് 0.43 കിട്ടുന്നുണ്ട് മില്യൺ ടൺസ്. പിന്നെ മ്യൂറൽസ് പറഞ്ഞ ഫിഷസിൽ നിന്ന് മാത്രം 0.2 മില്യൺ. പിന്നെ എല്ലാം കൂടി ഒരു കമ്പൈൻഡ് ആയിട്ട് പല തരങ്ങൾ, പല വകകൾ എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരു 2.8 മില്യൺ ടൺസ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മള് മെയിൻ ആയിട്ട് ഇന്ത്യൻ കാപ്സി എന്നുള്ളത് 5.9 മില്യൺ ടൺസ്. അപ്പൊ മുന്നില് എങ്ങനെയായാലും ഈ 5.9 മില്യൺ ടൺസ് വരുന്നത് നമ്മളെ ഇന്ത്യൻ മേജർ കാപ്സ് എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് വന്ന എക്സോട്ടിക് കാപ്സ്, പിന്നെ മൈനർ കാപ്സ്, അത് കഴിഞ്ഞിട്ട് കാറ്റ് ഫിഷ്, പിന്നെ മ്യൂറൽസ്, ദെൻ കമ്പൈൻഡ് പ്രൊഡക്ഷൻ. മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കണക്ക്. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഇന്ത്യയിൽ 1980 ഫസ്റ്റ് പോയിന്റ് വരുമ്പോൾ 0.37 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2010 എത്തുമ്പോൾ 3.79 ആയി മില്യൺ ടൺസ്. പിന്നെ അത് 10 വർഷം കൊണ്ട് മാത്രം 8.64 മില്യൺ ടൺസ്. അപ്പൊ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ളത് 2010 to 2020 അത്രയും സഡൻ ഗ്രോത്ത് വന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കാം. പിന്നെ ഇന്ത്യയിൽ ഇൻലാൻഡ് അക്വാകൾച്ചറിന്റെ പ്രൊഡക്ഷനിൽ വരും, അതാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കുറെ റിവേഴ്സും കുറെ എന്താ പറയാ ലേക്കും പോണ്ടും അതൊക്കെ ഫ്രഷ് വാട്ടർ ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻലാൻഡ് അക്വാകൾച്ചർ ആണ് ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത്. മറൈൻ അക്വാകൾച്ചറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവർ 73% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ അതായത് ഇൻലാൻഡിൽ നിന്ന് മാത്രമായിട്ട് 73% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇതിൽ പറഞ്ഞു. ഇനി ടോട്ടൽ പ്രൊഡക്ഷനിൽ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറഞ്ഞ ഫാംഡ് സ്പീഷീസിനെ കുറിച്ചിട്ട് അല്ലെ, നമ്മൾ ഏതൊക്കെ ടൈപ്പിന് ഫാംഡ് സ്പീഷീസിനെ ഇതിൽ നോക്കാം. ഇന്ത്യ ഹാസ് എ വാസ്റ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഫിൻഫിഷ് ആൻഡ് ഷെൽഫിഷ് ഫോണ ഡൈവേഴ്സിറ്റി, ഹോസ്റ്റിംഗ് ഓവർ 10% ഓഫ് വേൾഡ് നോൺ ഫിഷ് സ്പീഷീസ്. വേൾഡിന്റെ അറിയപ്പെടുന്ന ഫിഷ് സ്പീഷീസിന്റെ 10% ഡൈവേഴ്സിറ്റി നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. ഓക്കെ, നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് NBFGR എന്ന് പറയും. അവരുടെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് 2868 ഇൻഡിജിനസ് സ്പീഷീസ് ഉണ്ട്. അത് 39 ഓർഡേഴ്സിലും 225 ഫാമിലീസിലും 852 ജനറയിലും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിൽ ടോട്ടൽ 2868 ഇൻഡിജിനസ് സ്പീഷീസ് മാത്രം ഇന്ത്യക്കായിട്ടുണ്ട് എന്ന് ഏതിന്റെ റിപ്പോർട്ട്? നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് NBFGR റിപ്പോർട്ട് പ്രകാരം ഉണ്ട്.
പിന്നെ അടുത്തത് ഡെസ്പൈറ്റ് ദ വാസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇത്രയും സ്പീഷീസ് 2868 എന്നുള്ള കണക്ക് നമ്മൾ പറഞ്ഞു, അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുന്നത് ഒരു 120 സ്പീഷീസ് ആണ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ്. അത് സ്റ്റേബിൾ ആയിട്ട് നമുക്കിപ്പോ എല്ലാ ഫിഷസിനെയും എല്ലാം ഒരുപോലെ കഴിക്കുന്നുണ്ടാവില്ല, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് കൊമേഴ്ഷ്യലി ആവശ്യമുള്ളതും ഡിമാൻഡഡ് ആയിട്ടുള്ളതുമായ ഇതിനെ 120 സ്പീഷീസിനെ നമ്മൾ അക്വാകൾച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യണുള്ളൂ. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് പറയുന്ന ഇന്ത്യൻ മേജർ കാർപ്സ് ആണ്, ഇത് കട്ല, റോഹു, മൃഗാള. പിന്നെ മൈനർ കാർപ്സ് വരുന്നുണ്ട്, ലാബിയ കൽബാസു എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ഉണ്ട്. പിന്നെ ഫെദർ ബാക്സ്, മാക്സിയർ, എയർ ബ്രീത്തിങ് കാറ്റ് ഫിഷസ് ഉണ്ട്, മ്യൂറൽസ്, ഈൽസ്, മുളറ്റ്സ്, ബറാമത്തി, മിൽക്ക് ഫിഷ്, എക്സോട്ടിക് കാർപ്സ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് സ്പീഷീസ്. ഇതൊന്നും നന്നായി നോക്കി വെച്ചോട്ടെ, എന്തായാലും അത് മെൻഷൻ ചെയ്യണേ. പിന്നെ റീസെന്റ് ടൈംസ് ഇപ്പൊ ഇന്ത്യ വേറൊരു ചെറിയൊരു ഷിഫ്റ്റിംഗ് പോളിസി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ നേരത്തെ മേജർ കാർപ്സും മൈനർ കാർപ്സും എക്സോട്ടിക് കാർപ്സ് അതൊക്കെ നമ്മൾ കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഐക്കറും സിഫയും കൂടിയിട്ട് ഒരു പുതിയൊരു പോളിസി സ്റ്റാർട്ട് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ന്യൂ സ്പീഷീസ് വിത്ത് ഹൈ വാല്യൂ അറ്റ് ഗ്ലോബൽ ലെവലില് ഹൈ മാർക്കറ്റിംഗ് ഉള്ള സ്പീഷീസിനെ കണ്ടുപിടിച്ച് അതിനെ കൾച്ചർ ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്, മോട്ടിവേഷൻ ആണ് ഐക്കർ സിഫയും കൂടിയിട്ട് നടത്തുന്നത്. അങ്ങനത്തെ സ്പീഷീസിനെ പോപ്പുലറൈസ് ഈ റോഹു, കട്ല, മൃഗ അതൊന്നും കൂടാതെ അതിന്റെ അപ്പുറത്തോട്ടുള്ള കാർപ്സിനെ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു എന്താ സ്റ്റെപ്പ് നമ്മുടെ ഐക്കറും സിഫയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതൊരു റീസെന്റ് അപ്ഡേറ്റ് ആണ്. അത് കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് പറയണേ. അപ്പൊ നമ്മൾ ഫാർമഡ് സ്പീഷീസിന്റെ ട്രെൻഡ്സും പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അടുത്തത് എംപ്ലോയ്മെന്റ്. നമുക്കറിയാം ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ്, ഇന്ത്യക്ക് നമുക്ക് വെസ്റ്റേൺ കോസ്റ്റൽ ലൈൻ ഉണ്ട്, ഈസ്റ്റേൺ കോസ്റ്റൽ ലൈൻ ഉണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ ലൈൻ എടുക്കുന്ന കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ. ഈസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഉണ്ട്, പിന്നെ അതുപോലെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയും ഏരിയ കോസ്റ്റൽ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയ്മെന്റ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അക്വാകൾച്ചർ ആസ് എൻ അവന്യൂ ഫോർ ഇൻകം ജനറേഷൻ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഹാസ് 5.8 മില്യൺ ഇൻഡിവിജ്വൽസ് അല്ലെ. നമ്മൾ പറഞ്ഞാൽ 5.8 മില്യൺ ഇൻഡിവിജ്വൽസ് തന്നെ ഗ്ലോബൽ അക്വാകൾച്ചർ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 82.3% of population engaged in fishery activities in inland sector, while 17.6 are related to capture fisheries. അതായത് ഇൻലാൻഡിൽ നമ്മൾ പറഞ്ഞാൽ ഇൻലാൻഡ് പ്രൊഡക്ഷൻ ആണ് കൂടുതൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിലാണ് കൂടുതൽ എംപ്ലോയ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നതും. അതേപോലെ ക്യാപ്ചർ ഫിഷറീസിൽ കടലിൽ പോയി ക്യാപ്ചർ ചെയ്യുന്നതിലൊക്കെ 17.6% പീപ്പിൾ എംപ്ലോയിഡ് ആയിട്ടുള്ളൂ. പിന്നെ ബീഹാർ ആണ് ഏറ്റവും കൂടുതൽ ഫിഷർമെൻസോ ഇതൊക്കെ ആയിട്ട് എംപ്ലോയീസ് ആയിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ബീഹാർ കഴിഞ്ഞ പിന്നെ ഫോളോ ചെയ്യുന്നത് ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പിന്നെ ആന്ധ്രാപ്രദേശ്. ഓക്കെ, ബീഹാറിന്റെ കണക്കിൽ 21.4% ടോട്ടൽ ഫിഷ് പോപ്പുലേഷൻ ഉണ്ടാവും. ഫിഷർമെൻ പോപ്പുലേഷൻ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ, ഗ്ലോബലി എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ 21.4% നമുക്ക് വരുന്നത് ബീഹാറിലാണ്. പിന്നെ വരുന്നത് ഉത്തർപ്രദേശിൽ, ദെൻ വെസ്റ്റ് ബംഗാൾ, ദെൻ ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഓർഡർ ശ്രദ്ധിക്കണം കേട്ടോ. ബീഹാർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്. ഒരു കോഡായിട്ട് പഠിക്കാൻ വേണമെങ്കിൽ PUWA. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പഠിക്കുന്നതാവും. കാരണം ബിക്കോസ് ഈ ട്രെൻഡ്സ് മാത്രം നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. കുറെ കണക്കുകളും കുറെ സ്റ്റാറ്റിക്സ് ഒക്കെ വെച്ചിട്ട് പൊതുവേ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കുറയും. പക്ഷെ എന്തെങ്കിലുമൊക്കെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഈ എംപ്ലോയ്മെന്റ് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അത് പറഞ്ഞതെന്നുള്ളൂ. നിങ്ങൾക്ക് പുതിയ പുതിയ മെത്തേഡിലൊക്കെ കണ്ടുകിട്ടാം. BUWA, UWA, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റിൽ പറയുന്നത് ജെൻഡർ വൈസ് എംപ്ലോയ്മെന്റ്സ് എങ്ങനെയാന്ന് നോക്കാം. അതെങ്ങനെയായാലും മെയിൽ ആയിരിക്കും കൂടുതൽ, കാരണം ഇത് എഫേർട്ട് ഉള്ള ഒരു ഏരിയ ആണല്ലോ അക്വാകൾച്ചർ അല്ലെ. അപ്പൊ അതുകൊണ്ട് 1.3 മില്യൺ പീപ്പിൾസും മെയിലാണ്, ഇതിൽ വർക്കേഴ്സും മെയിൽസ് ആണ്. ആൻഡ് 1.02 മില്യൺ ഫീമെയിൽ പോപ്പുലേഷൻ ഫീമെയിൽസും ഉണ്ട്. അപ്പൊ ഒട്ടും പിന്നിലല്ല എന്നുള്ള പറഞ്ഞ പോലെ ഫീമെയിൽസും ഉണ്ട് അതിന്റെ കൂടെ തന്നെ. 1.3 മില്യൺ മെയിൽസ് ഉള്ളിടത്തും 1.02 മില്യൺ ഫീമെയിൽ പോപ്പുലേഷനും ഇങ്ങനെ ഈ ഒരു സെക്ടറിന് റൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസെപ്ഷൻ അല്ലെ. നമ്മൾ പ്രൊഡക്ഷനും ഫാമിങ്ങും പിന്നെ എംപ്ലോയ്മെന്റ് ഒക്കെ പറഞ്ഞു. ഇനി കൺസെപ്ഷനിലേക്ക് പോകുമ്പോൾ, കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഫിഷ് ഒരു മെയിൻ സാധനം തന്നെയാണ്, ഒരു ഡയറ്റ് തന്നെയാണ് ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ കൺസെപ്ഷൻ ഓഫ് ഫിഷ് ആസ് സ്റ്റേബിൾ സോഴ്സ് ഓഫ് പ്രോട്ടീൻ അത്ര സപ്ലൈ ചെയ്യുന്നത് വൺ ഓഫ് ദ സാധനമാണല്ലോ ഈ ഫിഷ്. അപ്പൊ ഇന്ത്യ ഓവർ പാസ്റ്റ് ഇയേഴ്സ് ഹാവ് ടേക്കൺ സ്റ്റീപ്പ് റൈസ് ഇൻ ദ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ കൺസെപ്ഷനും കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് 730 മില്യൺ to 966 മില്യൺ
ഇൻക്രീസ്. അത് ആ ഇൻക്രീസ് പെർസെന്റേജ് എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തതെന്ന് കാണിക്കും. 32.34%. ഓക്കെ. പിന്നെ ദ ട്രെൻഡ് ടു ഈറ്റിംഗ് ഫിഷ് മച്ച് മോർ ഫ്രീക്വന്റ്ലി is prominently shown by drop in occasional consumption by 4.9% and increase of weekly interval consumption of fish population. അതായത് കൂടിയിട്ടുള്ളൂ പോപ്പുലേഷൻ ഫിഷ് കഴിക്കുന്നത് 4.9% ഒക്കേഷണലി കഴിച്ചിരുന്നു, വല്ലപ്പോഴും കഴിച്ചിരുന്നവരൊക്കെയാണ്. അത് കൂടിയിട്ട് ഇപ്പൊ വീക്ക്ലി ഇന്റർവെൽസിലുള്ള കൺസപ്ഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, 11.3% ആയിട്ട്. പിന്നെ ഇന്ത്യയിൽ പെർ ക്യാപിറ്റ കൺസപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആൻഡമാൻ നിക്കോബാർ എന്ന ഐലൻഡിൽ നിന്നാണ്. അത് എത്ര വെച്ചാൽ ഒരാൾ കഴിക്കുന്നത് 59.47 കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഇയർ ഒരാൾ കഴിക്കുന്നത്. അത് ആൻഡമാൻ നിക്കോബാറിൽ ഫസ്റ്റ്, ദെൻ പുതുച്ചേരി, ത്രിപുര, കേരള, മണിപ്പൂർ, ഒഡീഷ, ആസാം, ഇവരാണ് ഓർഡർ വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൻഡമാൻ നിക്കോബാറിലാണ് ഫിഷ് കഴിക്കുന്ന ആൾക്കാരുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പുതുച്ചേരിയിൽ വരുന്നുണ്ട്, ത്രിപുര വരുന്നത്, കേരള, മണിപ്പൂർ, ഒഡീഷ, ആസാം. എങ്ങനെയായാലും നമ്മുടെ കോസ്റ്റൽ ഏരിയയിലുള്ള സ്റ്റേറ്റ്സ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും കുറവ് ഫിഷ് കഴിക്കുന്നവരെ നോക്കുകയാണെങ്കിൽ കോസ്റ്റൽ ലൈൻസ് ഏരിയയിലല്ലാത്ത സ്റ്റേറ്റ് അവര് ഏതാണ്? രാജസ്ഥാൻ. നമുക്കറിയാലോ ഡെസേർട്ട് ഏരിയ ആണ്. അത്ര പെട്ടെന്നൊന്നും ഫിഷ് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവരെ ലീസ്റ്റ്, അതായത് അവരാണ് ഏറ്റവും കൂടുതൽ ലീസ്റ്റ് ആയിട്ട് കൺസപ്ഷൻ. അത് വരുന്നത് 0.01 kg പെർ ക്യാപിറ്റ പെർ ഇയർ, അങ്ങനെയാണ് കണക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പഞ്ചാബിലൊക്കെ കൂടുതൽ വീറ്റ് അല്ലേ, വീറ്റ് പ്രൊഡക്ഷനും വെജിറ്റബിൾസ് കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതില് കുറച്ചുകൂടി മെച്ചം, ഒരു പൊടിക്കും കൂടി മെച്ചം വരുന്നത് പഞ്ചാബിൽ. പിന്നെ ഉത്തർപ്രദേശത്തവരാണ് കുറച്ച് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ സിക്കിമത്തവരാണ് കഴിക്കുന്നത്. അപ്പൊ ലീസ്റ്റ് കഴിക്കണവരെ വെച്ചിട്ടുള്ള ഒരു കണക്കാണ് ഇത് ഇതാക്കിയിട്ടുള്ളത്. രാജസ്ഥാന്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, സിക്കിം. ഓക്കെ, പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് മോർ ദാൻ 90% ഓഫ് കേരളയുടെ ഒരു കേസ് എടുക്കുമ്പോൾ കേരളത്തിൽ തന്നെ 90% അധികം, കേരള, തമിഴ്നാട്, ഗോവ, അവരുടെ പോപ്പുലേഷനിൽ 90% കൂടുതലും ആൾക്കാർ ഫിഷ് ഈറ്റേഴ്സ് ആണ്. ഓക്കെ, വൈൽ സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന ഒക്കെ പറയണമെങ്കിൽ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഫിഷ് കൺസ്യൂമിങ് പോപ്പുലേഷൻ ആണ്. അവരുടെ ഉള്ള പോപ്പുലേഷനിൽ തന്നെ ഏറ്റവും കുറവ് ഫിഷ് ലോവസ്റ്റ് പ്രൊപ്പോർഷൻ മാത്രമേ ഫിഷ് കഴിക്കുന്നുള്ളൂ. അത് പഞ്ചാബിൽ 26.4, രാജസ്ഥാനിൽ അത് 22.5%, പിന്നെ ഹരിയാനയില് 20.5% റെസ്പെക്റ്റീവ്. അപ്പൊ അങ്ങനെ നമ്മള് സ്റ്റേറ്റ്സിന് നമ്മൾ കൂടുതൽ കഴിക്കണവരും തീരെ കഴിക്കാത്തവരൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതില് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ കൺസിഡറേഷൻ റിക്വയർഡ് ഫോർ അണ്ടർടേക്കിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ സിസ്റ്റം. അത് പാർട്ട് 1ൽ ഇൻക്ലൂഡ് ആണ്. നമ്മൾ പറയാം കൺസിഡറേഷൻസ് പറഞ്ഞ സ്പീഷീസിനെ സെലക്ട് ചെയ്യുമ്പോഴതും ടെക്നോളജി അവൈലബിലിറ്റിയും പിന്നെ ലീഗൽ ആസ്പെക്ട്സ്, എൻവറോൺമെന്റൽ കൺസിഡറേഷൻസ്, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവാലുവേറ്റ് ദ പ്രൊഡക്ഷൻ ട്രെൻഡ് ഓഫ് ഫിഷ് ഇൻ ഗ്ലോബൽ ഇൻലാൻഡ് ആൻഡ് കോസ്റ്റൽ അക്വാകൾച്ചർ. അവരുടെ ട്രെൻഡ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം എന്തായാലും ഏത് ലെവലിലും ഇൻലാൻഡ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോസ്റ്റൽ അക്വാകൾച്ചർ പൊതുവെ കുറവായിരുന്നു. പിന്നെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് നമുക്ക് ഇന്ത്യൻ അക്വാകൾച്ചറിന്റെ ഗ്ലോബൽ അക്വാകൾച്ചറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറയണം. അപ്പൊ ആ 58.5 മില്യൺ ടൺസ് പീപ്പിളിന്റെ FAOന്റെ 2022 റിപ്പോർട്ട് ഒന്ന് പറയാം. അതുപോലെ ഇന്ത്യൻ അക്വാകൾച്ചറിൽ ഉണ്ടാവുന്ന എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസുകൾ, ഏഷ്യയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താ. പിന്നെ ഡിസ്കസ് ദ ട്രെൻഡ് ഓഫ് ഫിഷ് കൺസപ്ഷൻ ഇൻ കണക്സ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാത്രം ഫിഷ് കൺസപ്ഷൻ. അത് നമ്മൾ പറയല്ലോ, കൂടുതൽ കഴിക്കുന്ന സ്റ്റേറ്റുകൾ, കുറച്ച് കഴിക്കുന്ന സ്റ്റേറ്റുകൾ, അതിന്റെ ഒക്കെ പേര് മെൻഷൻ ചെയ്യുക, അവരുടെ പെർസെന്റേജ്. ഓക്കെ, അപ്പൊ ട്രെൻഡ്സിന്റെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ യൂണിറ്റ് 1 ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫർദർ അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ അത് പറയാം. എന്തായാലും ചാപ്റ്റേഴ്സ് നന്നായിട്ട് ത്രൂ ഔട്ട് റീഡ് ചെയ്യുക. അപ്പോൾ എനിവേ നെക്സ്റ്റ് യൂണിറ്റിനായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.